ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുക്കുറളിന്റെ 48ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന് വേണ്ട സദ്ഗുണങ്ങളെ കുറിച്ചാണ് ഇതുവരെ തിരുവള്ളുവർ പറഞ്ഞു വരുന്നത്. അത് അന്നത്തെ കാലത്ത് ഒരു നാട്ടുരാജാക്കന്മാരായിരുന്നാലും വലിയ സാമ്രാജ്യങ്ങളുടെ രാജാവ് മഹാരാജാവായിരുന്നാലും എല്ലാവർക്കും ഒരേപോലെ അത് എന്താ പറയുക പൊരുത്തപ്പെടുന്നതായിരുന്നു. അതേ ഇത് ഈ ജനാധിപത്യ വ്യവസ്ഥയിലും നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തലവൻ രാജ്യം ഭരിക്കുമ്പോൾ എല്ലാ ജനങ്ങളെയും പൗരന്മാരെയും ഒരേപോലെ കാണുകയും അവർക്ക് വേണ്ട ക്ഷേമകാര്യങ്ങൾ നല്ല രീതിക്ക് നീതിപൂർവം ചെയ്യണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് വേണ്ടത്ര പാണ്ഡിത്യം ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ അതിലുള്ള ആ പാണ്ഡിത്യം ഉള്ളവരെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം രാജ്യഭരണം നിർവഹിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഓരോ അധ്യായത്തിലും തിരുവള്ളുവർ ഓരോ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാജാവിനെ ബോധിപ്പിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ വന്നിരിക്കുന്നത് ശക്തിബോധം, സെൻസ് ഓഫ് സ്ട്രെങ്ത്, അതായത് വലി അറിയുതൽ. വലി എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ വലി എന്ന് പറഞ്ഞ വേദനയാണ്, ഇവിടെ വലിയല്ല, വലിമൈ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വന്തം കഴിവും എന്നുള്ളതിന് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിനയ് വലിയും, പിന്നെ എന്താണ് കർമ്മം ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ അതിനെ ഒരു ശക്തിയുണ്ട്. അതും തൻവലിയും, തൻ്റെ ശക്തിയും, മാറ്റാൻ വലിയും, നമുക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ശത്രുക്കൾ എന്നുള്ളത് പറയും. അത് പ്രതിബന്ധങ്ങളുടെയാണ് പറയുന്നത്. പ്രതിബന്ധങ്ങളുടെ ശക്തിയും, തുണൈവലയും, തൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ ശക്തിയും, ഇതൊക്കെ തൂക്കിച്ചെയ്യൽ, ഇതൊക്കെ വന്ന് മനസ്സിലെ ഓരോരുത്തരുടെയും കുറിച്ചുള്ള ആ ശക്തി നമ്മൾ തൂക്കി ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ എത്ര ഉണ്ട് എന്നുള്ള ഒരു വെയിറ്റ് ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറഞ്ഞാല് അതിൻ്റെ തൂക്കം അറിഞ്ഞു വേണം നമ്മളൊരു കാര്യത്തിലേക്ക് കർമ്മത്തിലേക്ക് കടക്കാൻ എന്ന് പറയുന്നുണ്ട്. അതായത് ചെയ്യുന്ന കർമ്മത്തിന്റെ ശക്തിയും, സ്വന്തം ശക്തിയും, ശത്രുവിന്റെ ശക്തിയും, മിത്രങ്ങളുടെ ശക്തിയും അറിഞ്ഞ് കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി തുണിഞ്ഞിറങ്ങണം എന്ന് കവി പറയുന്നുണ്ട്. ഓക്കെ. അധ്യായം 48. വലിയറിതൻ. ശക്തികളെ അറിയുക അല്ലെങ്കിൽ ശക്തി അറിയൽ. ഇൻട്രൊഡക്ഷൻ. ഒരു പ്രവൃത്തിക്ക് മുമ്പ് അതിന്റെ ശക്തി വിലയിരുത്തുക. അതായത് ചുമതല, സ്വയം, എതിരാളികൾ, കൂട്ടാളികൾ, നേടാനാകുന്നത് എന്താണെന്ന് അറിയുക, ആവശ്യമായ അറിവ് നേടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഒന്നും അസാധ്യമല്ല. അവരുടെ കഴിവുകൾ വിലയിരുത്താതെ പലരും ആവേശത്തോടെ ആരംഭിച്ച് പാതി വഴിയിൽ നിർത്തുന്നു. സഹകരിക്കാത്തവനും തന്റെ കഴിവുകൾ അറിയാത്തവനും നാർസിസ്റ്റിക്. അത് വേഗത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അയാൾ സഹകരിക്കാത്തവനാണ്. മയിൽപീലി മാത്രം കയറ്റിയ വണ്ടിയാണെങ്കിലും ഓവർലോഡ് ആയാൽ അതിന്റെ ആക്സിൽ തകർന്നിരിക്കും. 471. വിനയ് വലിയു, ഇന്ധൻ വലിയും, മാറ്റാൻ വലിയും, തുണൈ വലിയു, തൂക്കി ചെയ്യൽ, കർമ്മബല മരിബലം തൻ, ബലവും അതിനൊത്തു സൈന്യബലവും കണ്ടു കർമ്മം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് പലതും ആലോചിക്കാനുണ്ട്.
കർമ്മത്തിന്റെ വലിപ്പം അത് ചെയ്യുന്ന തന്റെ തന്നെ ബലം, അതിനെ എതിർത്ത് തോൽപ്പിക്കാനിരിക്കുന്ന ശത്രുവിന്റെ ബലം, ഇരു കൂട്ടരുടെയും ഭാഗത്ത് അണിനിരക്കുന്ന ആളുകളുടെ ബലം, ഇതൊക്കെ അളന്നു നോക്കി കണ്ടറിഞ്ഞു വേണം മുമ്പോട്ട് നീങ്ങാൻ. എപ്പോഴും തന്റെ ഭാഗത്തെ ബലമാണ് അധികരിച്ച് കാണുന്നത് എങ്കിൽ മാത്രം ആ കർമ്മം തുടങ്ങാം. കീഴടക്കാനുള്ള കരുത്ത് സ്വന്തം ഭാഗത്തില്ലെന്ന് വരികിലും തന്റെയും ശത്രുവിന്റെയും കരുത്ത് ഒപ്പത്തിനൊപ്പമാണെന്ന് കണ്ടാലും പിൻവാങ്ങുക, അതാണ് ബുദ്ധി. തന്റെയും തൊഴിലിന്റെയും വലിപ്പം ശത്രുവിന്റെയും ഇരുവർക്കും തുണയായോരിൽ വലിപ്പം കണ്ട് ചെയ്യണം. ഓവർ. Thank you, sir. Chapter 48 of the Tirukkural, titled Sense of Strength. Vali Aridal emphasizes the crucial importance of self-assessment and understanding one's own capabilities and limitations before understanding any endeavor. It's about recognizing not just physical strength, but intellectual, moral, and resource-based strengths and weaknesses. The core message is that success hinges on aligning aspirations with realistic assessments of power and capacity, both internal and external. Without this clear understanding, even noble intentions can lead to failure. For example, a young entrepreneur armed with a brilliant idea for a new tech startup conducts a thorough sense of strength assessment. They realize their strong technical skills and innovative vision are key strengths. However, they also identify weaknesses, limited financial capital, and a lack of experience in marketing and large-scale management. Instead of blindly forging ahead, they use this awareness to seek out co-founders with complementary skills, example, a financial expert and a marketing guru, and actively pursue angel investors to shore up their financial resources. This recognition of both their strength and lack of strength allows them to build a robust foundation for their venture, significantly increasing their chances of success. Verse 471. Do duty knowing power of it, own strength, enemy strength, and power of friends. This Kural focuses on strategic planning before commencing any action. It emphasizes that before understanding a task, one must comprehensively analyze all relevant factors to ensure success. Before you act, thoroughly assess the nature and scope of the duty. What does the task truly entail? Your own capabilities. What are your strengths and weaknesses in relation to this task? The opponents or challenges strength. What obstacle or adversaries might you face and how powerful are they? The support of your allies, friends who can help you and how strong is their support. For a short example, before launching a new product, a company carefully researches the market
duty, evaluates its own production capacity and marketing team on strength, analyzes competitor products and pricing, enemy strength, and secures distribution partnerships, friends power. Thank you, sir. വിനവലിയു തൻ വലിയും മാറ്റാൻ വലിയും തുണை വലിയന്തോ ചെയ്യൽ. Pearl 472. ஒவ்வது அறிவது அறிந்ததன் கண் தங்கி செல்வார்க்கு செல்லாதത് ഇൽ. സ്വന്തം അർഹതക്കനുസരിച്ച് അറിഞ്ഞ് കർമ്മത്തിനായി പ്രയത്നിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിലേക്ക് തുനിഞ്ഞിറങ്ങുമ്പോൾ അവനവന്റെ ശക്തിയും ബലവും അവനവന്റെ സാഹചര്യങ്ങളും എല്ലാം ഒന്ന് കണക്കിലെടുത്തിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ, ആ ഉദ്യമത്തിലേക്ക് വേണ്ടി ചൂട് വയ്ക്കാൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്കുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവും അവർക്ക്. കാരണം എല്ലാം പഠിച്ചിട്ടാണല്ലോ ഇറങ്ങുന്നെന്ന് ഉള്ള ഒരു ബോധത്തോട് ചെയ്യുകയാണെങ്കിൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓവർ. താങ്ക് യു സർ. കുറൾ തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 48. വലിയതറിയൽ, അതായത് ശക്തി അറിയൽ. കുറൾ 472. ഒൽവതറിവ അതറിന്തതൻ കൺ തങ്കി ചെൽവാർക്ക് ചെല്ലാത്തതിൽ. സാധ്യമാം കർമ്മം അറിഞ്ഞ് ശ്രദ്ധാപൂർവം ഏൽപ്പോർക്ക് അസാധ്യമൊന്നില്ല. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മറികടക്കാനാവാത്തവയായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അതങ്ങ് വിട്ടുകളയുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ടുവോളം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തരണം ചെയ്യാനാവില്ല എന്ന് കരുതിയ എത്ര പ്രശ്നങ്ങളാണ് നമ്മൾ വളരെ വിജയകരമായി തരണം ചെയ്തത്. സാധ്യമാം കർമ്മമറിഞ്ഞ് ശ്രദ്ധാപൂർവം ഏൽപ്പോർക്ക് അസാധ്യമൊന്നില്ല എന്ന് ഈ കുറളിൽ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. തനിക്ക് പരിശ്രമിച്ചാൽ ജയിക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ അതിനുള്ള പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് തനിക്കുണ്ടെന്ന് കണ്ടറിഞ്ഞ് അതിൽ മാത്രം മനോവാക്കായ കർമ്മങ്ങളാൽ ദത്തശ്രദ്ധനായി പരിശ്രമം ചെയ്യുന്ന ഒരുവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, പനാമ കനാലിന്റെ നിർമ്മാണ വേള മേജർ ജനറൽ ജോർജ് ഹെഗൽസിന്റെ നേതൃത്വത്തിൽ കനാലിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോൾ കുഴിക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മേജർ മുൻകൈയെടുത്ത് മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു ഭാഗം കുഴിച്ചു. ഒരു ഭാഗം കനാൽ നിർമ്മിച്ചു. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ അവിടം തകർന്നു വീണു. എഞ്ചിനീയർമാരും തൊഴിലാളികളും നിരാശയോടെ ആ കാഴ്ച കണ്ടു നിന്നു. പലരും പണി മതിയാക്കി മടങ്ങിപ്പോകാൻ പോലും തയ്യാറായി. മേജറോടൊപ്പം നാശനഷ്ടം വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ വിഷണ്ണതയോടെ ചോദിച്ചു, ജനറൽ, നാം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ജനറൽ നിശ്ചയദാർഢ്യത്തോടെ മറുപടി പറഞ്ഞു, വീണ്ടും കുഴിക്കുക. അവർ വീണ്ടും കുഴിച്ചു. അതുകൊണ്ട് സുപ്രധാനമായ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത ജലപാതയുടെ ഗുണഫലങ്ങൾ ലോകം ഇന്ന് അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ APJ കലാമും തന്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരനുഭവം പരാജയത്തിൽ നിന്ന് വിജയത്തിന്റെ പടവുകളിലേക്ക് കയറാൻ എങ്ങനെ സാധ്യമാകുമെന്ന് പറയുന്നു. 1972
സതീഷ് ധവാനും ബ്രഹ്മപ്രകാശും APJയെ വിളിച്ച് SLV3യുടെ ഡയറക്ടർ ആക്കുന്ന വിവരം അറിയിച്ചു. അദ്ദേഹം തെല്ലൊന്ന് അതിശയിച്ചു. എത്ര പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരാണ് എനിക്ക് മുൻപിലുള്ളത്. ഈ സംശയം അദ്ദേഹം ധവാനോട് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കലാമിനോട് പറഞ്ഞു, കലാം, ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന് വെക്കുക. എങ്കിൽ അയാൾ തന്റെ മാളത്തിൽ തന്നെ കൂടുകയായിരിക്കും. നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആ പ്രശ്നത്തെ സ്വന്തം പിടിയിൽ ഒതുക്കണം, അതിനെ തോൽപ്പിക്കണം. അങ്ങനെയാണ് വിജയം കൈവരിക്കുന്നത്. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും വിജയം നമ്മെ തേടിയെത്തുക. അതെ, നിരന്തരമായ പരിശ്രമവും ആത്മവിശ്വാസവും വിജയത്തിൽ എത്തിക്കുമെന്ന ഇതേ സന്ദേശം തന്നെയാണ് തിരുവള്ളുവരും ഈ കുറളിലൂടെ ഭരണാധിപന്മാർക്ക് നൽകുന്നത്. രാജ്യരക്ഷ, ജനസേവനം, രാജ്യവിസ്തൃതി കൂട്ടൽ എന്നിവയാണ് രാജാവിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. രാജാവിൽ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതിയും വിസ്തൃതിയും ഉണ്ടാക്കുന്ന ഒരു ഉത്തമനായ രാജാവ് ജയിക്കുകയുള്ളൂ. തനിക്ക് പരിശ്രമിച്ചാൽ ജയിക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടെന്ന് കണ്ടറിഞ്ഞ് അതിൽ മാത്രം മനോവാക്കായ കർമ്മങ്ങളാൽ ദത്തശ്രദ്ധനായി പരിശ്രമിക്കുന്ന ഒരുവനെ സാധിക്കാത്തതായി യാതൊന്നുമില്ല. വൊൽവതറിവ തറിന്തതൻ തങ്കി ചെൽവാർക്കു ചെല്ലാതതിൽ സാധ്യമാം കർമ്മമറിഞ്ഞ് ശ്രദ്ധാപൂർവം ഏർപ്പോർക്ക് അസാധ്യമൊന്നില്ല. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ പാർട്ട് 2 വെൽത്ത്. ചാപ്റ്റർ 48 സെൻസ് ഓഫ് സ്ട്രെങ്ത് റോയൽറ്റി. ഒൽവ തറിവതറന്തതൻ കൺ തങ്കി ചെൽവാർക്ക് ചെല്ലാതതിൽ. Those endeavor as they deserve in caliber. Nothing is impossible. In other words, there is nothing which not be accomplished by those who, before they attack an enemy, make themselves acquainted with their own ability and with whatever else is needful to be known. Olva തറിവത അറിന്തതൻ കൺതങ്കി ചെൽവാർക്ക് ചെല്ലാതതിൽ. താങ്ക് യു. Rule 472. ഒൽവതറിവ തറിന്തതൻ കൺതങ്കി ചെൽവാർക്ക് ചെല്ലാതത്. Rule 473. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഉടൈത്തം വലി അറിയാർ ഊക്കത്തിൻ ഊക്കി ഇടൈക്കൺ മുറിന്താർ പലർ. ആദ്യത്തെ വാക്ക് തന്നെ തം ഉടൈ, തന്റെ വലി അറിയാർ, ആ ബലം അറിയാത്തവർ, ഊക്കത്തിൻ ഊക്കി, ഏതോ ഒരു ശക്തിയുടെ ആവേശത്തിൽ, ഇടൈക്കൺ ഒന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളായിരിക്കും അന്ന്, അല്ലെങ്കിൽ പരാജയമായിരിക്കും വരുന്നത്. തം വലിയ അറിയാർ ഊക്കത്തിൻ ഊക്കി ഇടൈക്കൺ മുറിന്താർ പലർ. സ്വന്തം ശക്തി എന്തെന്നറിയാതെ അഹങ്കരിച്ച് തുടങ്ങിയ കർമ്മം പൂർത്തിയാകാതെ നശിച്ചവർ പലരുണ്ട്. താങ്ക് യു സർ. സർ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. രാജധർമ്മം. അധികാരം 48 വലിയറിതൽ അല്ലെങ്കിൽ ശക്തി അറിയൽ. സാമദാനദണ്ഡ പ്രകരണങ്ങളിലൂടെ ഭരണസാരഥ്യം നിർവഹിക്കുന്ന അരജൻ ചതുരുപായങ്ങളിൽ നിപുണനായിരിക്കുന്നതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള ബലങ്ങളെക്കുറിച്ചും അളന്ന് ചിന്തിച്ച അറിവിന്റെ ഉടമയും ആയിരിക്കണമെന്ന് ഈ 8ാം അധ്യായത്തിൽ തിരുക്കുറൾ ഊന്നി പറയുന്നു.
കുറൾ 473. ഉടൈത്തം വലിയറിയാർ ഊക്കത്തിൻ ഊക്കി ഇടൈക്കൺ മുരിന്താർ പലർ. തൻ കരുത്തറിയാതെ ആവേശമോട് പോർ കൊണ്ടിടയിൽ വീണവരനേകം. ഈ ഈരടിയിൽ ഉടൈ, ആദ്യത്തെ വാക്ക് ഉടൈ അല്ലെങ്കിൽ നേതാവായിരിക്കുന്ന ഒരാൾക്ക്, ഒരുവന് ഉള്ള, തം വലി, അതായത് വലി എന്ന് വെച്ചാൽ ശക്തി, വലി തനതായ ബലം, അറിയാത്തവരായി, ഊക്കത്തിൽ വെറും ആവേശത്തോടെ, ഊക്കി തന്നിലുള്ള തന്നേക്കാൾ മുതിർന്ന കരുത്താർന്നവരോട് യുദ്ധത്തിനൊരുങ്ങി, അവരുടെ ബലത്തിനു മുമ്പിൽ അതു മുഴുമിക്കാൻ കഴിയാത്തവരായി. ഇടയ്ക്കൺ പാതിയിൽ എന്നർത്ഥം. ഇടയ്ക്ക് വച്ച്. മുരിന്താർ തോറ്റ് നാശമടഞ്ഞ രാജാക്കന്മാർ. പലരുണ്ട് എന്ന് പറയുന്നു. തന്റെ ബലം എത്രത്തോളമുണ്ട് എന്ന് ചിന്തിക്കാതെ വെറും ആവേശ ചാപല്യം കൊണ്ട് എടുത്തു ചാടി യുദ്ധത്തിനൊരുങ്ങി ശത്രുവിനോട് പരാജയം ഏറ്റുവാങ്ങി ഇടയ്ക്ക് വീണു മുടിഞ്ഞു പോയവരായ രാജാക്കന്മാർ അനേകമുണ്ട്. എല്ലാം അറിയുന്ന പക്വമതികളും വിജ്ഞന്മാരുമായ നൃപന്മാർ ചിലരേയുള്ളൂ. അതാണ് മുടിഞ്ഞുപോയവർ അനേകം എന്ന് എടുത്തു പറഞ്ഞത്. ആദ്യം സ്വന്തം ബലം അറിയണം. ആ അറിവ് ഉള്ളവന് മാത്രമേ വിജയം ഉണ്ടാവുന്നുള്ളൂ. ബലം എന്ന് പറഞ്ഞാൽ കയ്യൂക്കല്ല, മനസ്സിന്റെ ബലം, സത്യധർമ്മങ്ങളുടെയും നീതി ന്യായങ്ങളുടെയും ബലം, ഒപ്പം വിധിബലവുമാണെന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു. തനിക്ക് നേടാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ചും ബുദ്ധിമാനായ ഒരാൾ ഖേദിക്കുകയില്ല. കാരണം ഏത് ആപത്തിനുമിടയിൽ മനുഷ്യന്റെ ബുദ്ധിമോശം കാണും. ബുദ്ധിമാന്മാർക്കാവട്ടെ അനുഭവം ഗുരു എന്നതാണ് തത്വം. ബുദ്ധി കൊണ്ട് തന്നെയാണ് ആരും ലോകം കീഴടക്കിയിട്ടുള്ളത്. തീർച്ചയായും തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ അതിനുള്ള പ്രാപ്തി തനിക്കുണ്ട് എന്ന് കണ്ടറിഞ്ഞ് അതിൽ മാത്രം മനോവാക്കായ കർമ്മങ്ങളാൽ ദത്തശ്രദ്ധനായി പരിശ്രമം ചെയ്യുന്ന ഒരുവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. ബുദ്ധിമാനായ ഒരുവന്റെ ജീവിതയാത്ര എപ്പോഴും മേലോട്ടായിരിക്കും. കാരണം അവൻ ഓരോ പ്രവൃത്തിയെക്കുറിച്ചും വീണ്ടു വിചാരമുള്ളവനായിരിക്കും. കിട്ടാവുന്നതിലേറെ അവസരങ്ങൾ അവൻ സൃഷ്ടിച്ചെടുക്കും. മനോധൈര്യമുള്ളവനാണ് ശൂരൻ. ശൂരന്റെ കൈവിരലിൽ ഈ ലോകം ഒരു ശിശു എന്ന പോലെ ഞാന്നു കിടക്കുന്നു. ശൂരബാഹുഷ്ട ലോകേയം ലംബതേ പുത്രവത്സത എന്നല്ല, ബലങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ബലം തന്റേടം തന്നെയെന്നും വ്യാസൻ പറയുന്നു. സതതോത്സാഹിയായ ഒരുവനോടൊപ്പം ഐശ്വര്യലക്ഷ്മി എപ്പോഴും ഉണ്ടായിരിക്കും. തന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാതെ വെറും ആവേശ ചാപല്യം കൊണ്ട് എടുത്തു ചാടി യുദ്ധത്തിനൊരുങ്ങി ശത്രുവിനോട് പരാജയം ഏറ്റുവാങ്ങി മുടിഞ്ഞുപോയ രാജാക്കന്മാർ അനേകം. ധികൃത ശക്ര പരാക്രമനായ രാവണൻ പോലും ബാലിയുടെ മുമ്പിൽ തോറ്റു തൊഴുതു നിന്നില്ലേ? ആദ്യം ബലം അറിയണം, അതിന് സ്വയം അറിയണം എന്ന് ഈ കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുറൾ 473. ഉടൈത്തം വലിയറിയാർ ഊക്കത്തിൽ ഊക്കി ഇടൈക്കൺ മുരിന്താർ പലർ. തൻ കരുത്തറിയാതെ ആവേശമോട് പോർക്കൊണ്ടിടയിൽ വീണവരനേകം. Thank you. Thank you, ma'am. Second verse, 473. Many are there who perished by pride and ignorance of own strength without completing the commenced duty. This Quran from chapter 48, Sense of Strength, serves as a cautionary tale against hubris and lack of self-awareness when undertaking a task. For example, many people fail and are destroyed not because the task itself was impossible, but because their overconfidence, that is pride, and failure to accurately assess their own capabilities, ignorance of own strength, led them to start something they couldn't finish. They bite off more than they can chew and pay the price. We can see a short example from Ramayana. Ravana is a prime example. His immense power, wounds, and vast army made him incredibly strong.
however, his pride, aganda, in his invisibility and ignorance of his true limitations, underestimating Rama and the divine forces, led him to abduct Sita. This act, born of overconfidence and a lack of proper self assessment regarding the consequences and the strength of his adversaries, ultimately led to his complete destruction and the downfall of his kingdom. He started a duty, that is, abducting Sita from his perspective. From his perspective, abducting Sita is his duty, but perished without completing his desired outcome due to pride and ignorance of his true strength and against Rama. Thank you, sir. Qural 473. ഉടൈത്തം വലി അറിയാർ ഒക്കത്തിൽ ഊക്കി ഉടൈക്കൺ മുരിന്താർ ഫലം. Qural 474. அமைந்தாங்கு ஒழுகான் அளவறியான் தன்னை வியந்தார் விரைந்து கெடும். அமைந்தாങ്ക് ഒഴുകാൻ, തൻ്റെ ചുറ്റുമുള്ള തൻ്റെ സുഹൃത്തുക്കൾ സഹചരുമായി സഹകരിക്കാത്തവനും തന്നെ വിയന്താൻ വിരൈந்து കെടും, സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധമില്ലാത്തവനും ആത്മപ്രശംസ നടത്തുന്നവനും വേഗത്തിൽ നശിക്കും. മറ്റവരുടെ പ്രശംസയ്ക്ക് കേട്ട് സന്തോഷിച്ച് തൻ്റെ ബലം എന്തെന്ന് പോലും തിരിച്ചറിയാത്ത ഒരാൾ തീർച്ചയായിട്ടും നാശത്തിലേക്ക് തന്നെ വഴുതി വീഴും എന്ന് കവി പറയുന്നു. സഖ്യമറ്റോൻ ബലമറിയാത്തവൻ സ്വയം വെച്ചുവൻ വിരവിൽ കെടുന്നു. നമ്മുടെ ശക്തി, സെൽഫ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ബലം അറിയാതെ വരുന്ന ആളുകളെല്ലാം പലപ്പോഴും അവർ പോലും അറിയാതെ അബദ്ധത്തിൽ പെട്ടുപോകും, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തോ അവരുടെ പവർ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു. ഓക്കെ സർ. Qural 474. അമയിന്താം കൊഴുകാൻ അളവറിയാൻ തന്നെ വിയന്താൻ വിരൈந்து കെടും. The one not cooperating with his siblings, ignorant of own strength, of self-eulogy, will soon perish. How swiftly men perish who praise themselves, unappraised of their real measure, and unable to live peacefully with others. The one non-cooperating with the siblings, ignorant of own strength, of self-eulogy, will soon perish. Thank you, our sir. Qural 474. അമൈന്തെഴുകൊഴുകാൻ അളവറിയാൻ തന്നെ വിയന്താൻ വിരந்து കെടും. Qural 475. പീലിച്ചை ചാക്കാടും അച്ചിറും അപ്പണ്ടം ചാല മിഴുത്ത് പെയിൻ. പീലിപ്പൈ ചാക്കാടും വളരെ ലഘുവായ ഭാരം കുറഞ്ഞ ഒരു വസ്തുവാണ് മയിൽപീലി. ആ മയിൽപീലി ചുമന്നുകൊണ്ടാണ് മയിൽ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നത്. അത് വളരെ ഭാരം കൂടിയിരുന്നെങ്കിൽ അതിന്റെ പീലി ചലിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പീലികൾ വളരെ അധികമായിട്ട് ക്രമാതീതമായിട്ട് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണെങ്കിൽ ഒരു പീലിയും കൂടി അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ചെറിയ ഭാരം കൊണ്ട് തന്നെ അതിന്റെ അച്ചുതണ്ട് തകർന്നു പോകുന്ന രീതിയായി പോകും. അതുപോലെയാണ് നമുക്ക് തന്നെ ഇവിടെ പറയാം, വളരെ നല്ലൊരു ഉദാഹരണമാണ് ഈ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന നികുതി ഭാരങ്ങൾ. ചെറിയ ചെറിയ നികുതി ഭാരങ്ങളാണ് കാരണം പെട്രോളിനായാലും ഗ്യാസിനായാലും ദൈനംദിന കാര്യങ്ങൾക്കുള്ള നികുതി ഭാരങ്ങൾ ചെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെറുതാണ് എന്നുള്ള രീതിക്ക് ഭരണകർത്താക്കൾ അത് ജനങ്ങൾക്ക് മേൽ ചുമത്തുമ്പോൾ അവർക്ക് ചെറുതാണെങ്കിലും അവരുടെ ഭാരം അധികരിക്കുന്നത് കൊണ്ട് അവർ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ധർണകൾ നടത്തുകയും അല്ലെങ്കിൽ ഒത്തുചേരുകയും അവിടെ ഒരു ഐക്യം കാണിക്കുകയാണെങ്കിൽ ഭരണകർത്താക്കൾക്ക് ആ ചുമത്തിയ നികുതി ഭാരം അല്ലെങ്കിൽ എന്താണ് പുതിയ നിയമം കൊണ്ടുവന്നത് അത് പിൻവലിക്കേണ്ടി വരും. അവര് അധികാരത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായി ഇരുന്നാൽ പോലും ആ ശക്തിയെ പോലും ദുർബലരായ അസംഘടിതരായവർ സംഘടിച്ചാൽ അവർക്ക് അതിൽ നിന്നും പിന്മാറേണ്ടി വരും. കാരണം അസംഘടിത ബലം ശക്തി വളരെയധികം കൂടുതലാണ്. അത് ചെറുതായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. മയിൽപ്പീലി പോലെ വളരെ ലഘുവായിട്ടുള്ള ഭാരമാണെങ്കിൽ പോലും അത് അതിന്റെ അളവ് തോത് കൂടിയാൽ അത് താങ്ങാൻ പറ്റില്ല എന്ന് കവി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അധികാരം 48 ശക്തി അറിയൽ. കുറൾ 475. പീലിപ്പൈ ചാകാടും അച്ചിറും അപ്പണ്ടം ചാല മികുത്തു പെയിൻ. പീലി കയറ്റും ശകടവും അച്ചൊടിഞ്ഞീടും അതളവിൽ കവിഞ്ഞാൽ. ഒട്ടും ഭാരമില്ലാത്ത അത്രത്തോളം ലഘുവായ മയിൽപ്പീലിയായാലും താങ്ങാൻ പറ്റാത്തത്ര കൂടുതൽ അളവിൽ ഒരു വണ്ടിയിൽ കയറ്റിയാൽ തീർച്ചയായും ആ വണ്ടിയുടെ അച്ചൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ ആ വണ്ടിക്ക് അനങ്ങാൻ കഴിയാതെ ഒരിടത്ത് തന്നെ നിന്നു പോകും. എല്ലാത്തിനും ഒരളവുണ്ട്, ഒരു പരിധിയുണ്ട്. താൻ ആ വണ്ടിയാണെന്നും അതിശക്തനാണെന്നും മറ്റുള്ളവരെ മയിൽപ്പീലിയെ പോലെ അതിലോലമാണെന്ന് അല്ലെങ്കിൽ നിസ്സാരരാണെന്ന് കരുതുന്ന നൃപന് ഒടുവിൽ എല്ലാവരും കൂടി സംഘടിച്ച് ഒരു വൻ ശക്തിയായി വരുമ്പോൾ അച്ചുതണ്ടൊടിഞ്ഞ വണ്ടിയെപ്പോലെ നിസ്സഹായനായി കീഴടങ്ങുവാനേ കഴിയൂ എന്ന് ഭാവം. മറ്റുള്ളവരെ അശക്തരെന്ന് നമ്മൾ വെറുതെ അങ്ങ് കരുതരുതെന്നും എപ്പോഴും സംഘടിത ശക്തി ഏതൊരു പ്രബലനെയും പരാജയപ്പെടുത്തുവാൻ കെൽപ്പുള്ളവരായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ചരിത്രത്തിൽ കണ്ട വ്യാവസായിക വിപ്ലവങ്ങൾ തൊഴിലാളികളുടെ സംഘടിത ശക്തിക്ക് ഉദാഹരണം തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ വിജയശ്രീലാളിതനായി മടങ്ങിയെത്തുമെന്ന വാക്കുകൊടുത്ത് യുദ്ധമുഖത്ത് അടരാടിയപ്പോൾ എതിർപക്ഷത്തുള്ളവരെ നിസ്സാരരായും തനിക്ക് അവരിൽ വിജയം സുനിശ്ചിതമെന്ന് കരുതുകയും ചെയ്ത അർജുനപുത്രൻ അഭിമന്യു പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വീരമൃത്യു വരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വേടന്റെ വലയിലകപ്പെട്ട പ്രാവുകൾ അശക്തരെങ്കിലും വലയും കൊണ്ട് ഒരുമിച്ച് പറന്നപ്പോൾ അവയുടെ ജീവൻ രക്ഷപ്പെടാൻ ഉതകുന്നതായി. അശക്തരെ ചെറുതായി കണ്ട വേടൻ മടയനായി എന്നു സാരം. ഐകമത്യം മഹാബലം, പലതുള്ളി പെരുവെള്ളം, അടിതെറ്റിയാൽ ആനയും വീഴും തുടങ്ങിയ പഴഞ്ചൊല്ലുകളും നമുക്കിതിനോട് ചേർത്ത് വെക്കാം. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെ വെള്ളം കുടിപ്പിച്ച പിള്ളമാരുടെ കഥയെടുക്കാം. മാർത്താണ്ഡവർമ്മയെ ചതിയിലൂടെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ 8 വീട്ടിൽ പിള്ളമാരെ ചാരന്മാരെ നാടിന്റെ നാനാഭാഗത്തും വിന്യസിച്ച് അവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കുന്നതിനായി നിയോഗിച്ചതിലൂടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ ജീവൻ രക്ഷിക്കുന്നതിനും അവരെ അമർച്ച ചെയ്തതിലൂടെ തിരുവിതാംകൂറിനെ ഛിന്ന ഭിന്നമാകാതിരിക്കാനും സഹായിച്ചു. മാർത്താണ്ഡവർമ്മയിൽ ഒരു രാജാവിനുണ്ടാകേണ്ട ഭരണ നൈപുണ്യം, കുശാഗ്രത എന്നിവ ഉണ്ടായിരുന്നതിനാലാണ് ഇത് സാധ്യമായത്.
താൻ വണ്ടിയാണെന്നും അതിരില്ലാത്ത ഭാരം അത് എത്ര തന്നെ ലോലമായ ഭാരം കുറഞ്ഞ പീലിയാണെങ്കിൽ കൂടി വണ്ടിയുടെ അച്ചൊടിക്കാൻ പ്രാപ്തമാണെന്നും അതുപോലെ ഒരു രാജാവ് ആരെയും നിസ്സാരരായും അശക്തരായും കാണരുതെന്നും ഒരു ഉൾക്കാഴ്ച, ദീർഘവീക്ഷണം, കണക്കുകൂട്ടൽ, ശക്തിയറിയൽ എന്നിവ സദാ പുലർത്തണമെന്നും തിരുവള്ളുവർ രാജധർമ്മ പട്ടികയിൽ ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നു. കുറൾ 475 പീലിപ്പെയ് ചാകാടും അച്ചിറും അപ്പണ്ടം ചാല മികുത്തു പെയിൻ. പീലി കയറ്റും ശകടവും അച്ചൊടിഞ്ഞീടും അതളവിൽ കവിഞ്ഞാൽ. ഓവർ. താങ്ക് യു സർ. Rule 475. Though the cart is laden with peacock quill, if the weight is beyond limit, the axis breaks. It means even union of powerless make the powerful whole. So peacock quills are light individually, but if too many are loaded, even a sturdy car's axle can break. They illustrate that even seemingly weak or powerless forces, even united in excess, can overwhelm the strength. It aligns with the idea that the collective pressure of oppressed can topple the powerful, no matter how dominant they seems. Rule 475. പീലിപ്പെയ് ചാകാടും അച്ചിറും അപ്പണ്ടം ചാലമികുത്ത് പെയിൻ. Rule 476. நுனிக்கொம்பர் ஏறினார் அஃது திறந்தூக்கின் ഉയർക്കിറുതി ആകിവിടും. ഒരു വലിയ വിശാലമായ വളർന്നു നിൽക്കുന്ന പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം, അത് ആ മരത്തിന് നല്ല ബലമുണ്ട് തന്നെ. പക്ഷെ അതിൻ്റെ ഒരു ശാഖയുടെ അറ്റത്ത് വരെ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് അതിൻ്റെ അതിര് കടന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ അത് സഞ്ചരിക്കുന്ന ആളിന്റെ നാശത്തിലേക്ക് വഴി തെളിയിക്കുന്നതാണ് പറയുന്നത്. അതായത് തനിക്ക് ബലമുണ്ടെന്ന് കരുതി ഒരു പരിധി വിട്ട് പ്രവർത്തിച്ചാൽ അത് അവന്റെ നാശത്തിലേക്ക് തന്നെയായിരിക്കും കൊണ്ട് ചെല്ലുന്നത് എന്ന് കവി ഇവിടെ പറയുന്നു. അതായത് മരത്തിന്റെ കൊമ്പിൻ തുമ്പത്ത് കയറിയവൻ അതും കടന്നു ചെല്ലാൻ ശ്രമിച്ചാൽ ജീവന് അന്ത്യമുണ്ടാകും. അതായത് ഒരു രാജ്യം ഭരിക്കുന്ന ആള് തൻ്റെ അധികാരത്തിന്റെ പരിധിയുടെ അങ്ങ് അറ്റത്ത് നിന്ന് എത്തിയിട്ടും വീണ്ടും അതിനെ അപ്പുറത്ത് കടക്കുകയാണെങ്കിൽ അവിടെ അധപതനത്തിന് അത് കാരണമാകും. ഓവർ. താങ്ക് യു സർ. 476 തുനിക്കൊമ്പൻ ഏറിനാർ അംതിറം തൂക്കിൽ ഉച്ചാണി കൊമ്പേറി പിന്നെയും ചെയ്യുവാൻ ഇച്ഛിക്കിൽ അപമൃത്യു ഫലമാക്കും. ഉത്സാഹം മൂത്ത് മരത്തിന്റെ ഉച്ചാണി കൊമ്പത്ത് കയറിക്കഴിഞ്ഞ ഒരാൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും അത്യാർത്തിയോടെ കുറെ കൂടി മുകളിലോട്ട് കയറിക്കളയാം എന്നാണ് ഭാവിക്കുന്നതെങ്കിൽ നിലത്ത് വീണ് ഉയിരിന് അറുതി വരും. മതിയാവോളം യുദ്ധം ചെയ്ത് വേണ്ടത്ര കീഴടക്കി കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും അത്യാഗ്രഹത്തോടെ പട നയിക്കുന്ന രാജാവിന് ആത്യന്തിക നാശം ഫലം എന്ന് പൊരുൾ പറയുന്നു. രാജ്യങ്ങൾ തമ്മിൽ, രാജാക്കന്മാർ തമ്മിലുള്ള പരസ്പര സഖ്യം വളരെ മുഖ്യമാണ്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കാലത്ത് ഭാരതത്തിലെ നാട്ടുരാജാക്കന്മാർ തമ്മിലുണ്ടായിരുന്ന അനൈക്യവും ശത്രുതയും ഉൾപ്പോരും കാരണം വിദേശികൾക്ക് ഇവിടെ സാമ്രാജ്യം പണിയാൻ സാധിച്ചു. ഇവിടെയുള്ള അന്ത്യചിത്രവും അനൈക്യവും അവർക്ക് വഴിയൊരുക്കി. ബുദ്ധിമോശവും പിടിപ്പുകേടും അവർ നന്നായി മുതലെടുത്തു. അവരുടെ കൊടി ഉയർന്നു. ഐക്യം ഇനിയെങ്കിലും ഒരു പാഠമാകണം. ഒട്ടും ഭാരമില്ലാത്ത അത്രത്തോളം മൃദുവായ മയിൽപ്പീലിയായാലും ശരി, താങ്ങാൻ പറ്റാത്തത്ര വലിയ അളവിൽ ഒരു വണ്ടിയിൽ കയറ്റുന്നു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? തീർച്ചയായും ആ വണ്ടിയുടെ അച്ചൊടിഞ്ഞു പോകും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ ആ വണ്ടിയെ പോലെ അതിശക്തനാണെന്നും മറ്റുള്ളവരൊക്കെ മയിൽപ്പീലികൾ പോലെ നിസ്സാരന്മാരാണെന്നും കരുതുന്ന ഒരു രാജാവിന്
ഒരു ഭരണാധികാരിക്ക് ഒടുവിൽ അവർ എല്ലാവരും കൂടി സംഘടിച്ച് ഒരു വൻശക്തിയായി വരുമ്പോൾ അച്ചുതണ്ടൊടിഞ്ഞ വണ്ടി കണക്കെ കീഴടങ്ങാൻ കഴിയും. ഇതൊക്കെ അക്കാലത്തെ രാജാക്കന്മാരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇക്കാലത്തും അവയുടെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല. ഓരോ മനുഷ്യനും അവനവന്റെ രാജാവും അവനവന്റെ ഭരണാധികാരിയുമാണ്. ഭരണാധികാരിക്കും വേണം ചില ഗുണങ്ങളെന്ന് തിരുവള്ളുവർ ഈ കുറലിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുറൽ 476. തുനിക്കൊമ്പനേറിനാർ അമ്പിറം തൂക്കിൽ, ഉച്ചാണിക്കൊമ്പേറി പിന്നെയും ചെല്ലുവാനിച്ചിക്കിൽ അപമൃത്യു ഫലമാം. താങ്ക് യു. Rule 476. Climbing the tip of the tree branch, trying to move further will finish life. It sounds like you are describing a situation where someone or something is climbing a tree branch, moving further and further out, and risking a dangerous fall. It could be a metaphor of taking risk, what could lead to serious consequences. We are feeling overwhelmed, stuck, or risky situation, whether emotionally, mentally, or physically. Please know that the help is available. You don't have to face alone. Reaching out to a trusted friend, family member, or professional can make you a big difference. Scroll 476. തുനിക്കൊമ്പൻ ഏറിനാൽ അംതിറം തൂക്കി. Scroll 477. ஆற்றின் அளவறிந்து ஈக அது பொருள் പോറ്റി വഴങ്ങും നെറി. ഇതൊരു രാജാവിനെയും രാജ്യത്തെയും കുറിച്ചാണ് പറയുന്ന ആ സന്ദർഭത്തിൽ ആ രാജ്യത്തിന്റെ ധനസ്ഥിതി എന്താണോ അതിൽ നിന്ന് വേണം ഓരോ ആവശ്യങ്ങൾക്കുള്ള ധനം നിശ്ചയിക്കാനും അത് അവർക്ക് വേണ്ടി നൽകാനും ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വിഭാഗത്തിന് കൂടുതലും മറ്റു വിഭാഗത്തിന് കുറച്ചും ലഭിക്കുകയാണെങ്കിൽ അത് ധനസ്ഥിതി തന്നെ ബാലൻസ് ഇല്ലാതെ ആക്കുന്നത് മാത്രമല്ല നല്ല ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ അത് തകിടം മറിക്കും. അതുകൊണ്ട് വരവ് അറിഞ്ഞ് ചിലവാക്കുക എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇപ്പം വരുമാനം കുറവാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ചെലവ് നിർവഹിക്കാൻ. അതും ഒരു സാമ്പത്തിക എന്താ പറഞ്ഞാല് ധർമ്മമാണ്. അത് ഉള്ള സമ്പത്ത് സംരക്ഷിക്കാനുള്ള മാർഗമാണ് എന്ന് പറയുന്നു. ധനസ്ഥിതിയുടെ അളവറിഞ്ഞ് ദാനം നൽകണം. ഇവിടെ ദാനം എന്ന് പറഞ്ഞത് ശരിക്കും അലോക്കേഷൻ ആണ് രാജ്യത്തെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ബഡ്ജറ്റ് അലോക്കേഷൻ എന്നുള്ള വേണമെങ്കിൽ പറയാം. അത് ധനം സംരക്ഷിക്കാനുള്ള മാർഗമാണ്. നമുക്ക് വളരെ എന്താ പറയുക പ്രകടമായിട്ട് ഇപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ കാണുന്ന ഒന്നാണ്. ധനമില്ല എന്ന് പറയുകയും അതേസമയം വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉള്ള ധൂർത്തും കാണുമ്പോൾ ഉള്ള ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നത്. എന്താണ് ധനസ്ഥിതി, അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ചിലവാക്കുക എന്നതാണ് കവി പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2 അധികാരം 48 വലിയതറിയൽ. കുറൾ 477. ആറ്റിൻ അളവറിന്തീക അത് പൊരുൾ പോറ്റി വഴങ്ങും നെറി. ശക്തിക്കു തക്കതാം ദാനം അത് ധനരക്ഷയ്ക്ക് യുക്തമാം മാർഗം. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മറികടക്കാനാവാത്തതായിരിക്കും. എന്താണ് ദാനം? മറ്റുള്ളവർക്കായി നീ നൽകുന്ന ഒരു പുഞ്ചിരി മനം നൊന്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മഹാദാനമാണ്. ദുഃഖങ്ങളിൽ ഒരു ആശ്വാസവാക്ക് ദാനമാണ്. ആശ്രയമില്ലാത്ത ഒരാൾക്ക് ഒരു കൈ നൽകുന്നത് ദാനമാണ്. പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ദാനമാണ്. കുറൾ 477
ശക്തിക്കു തക്കതാം ദാനം അത് ധന രക്ഷയ്ക്ക് യുക്തമാ മാർഗം എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ തന്നെ ദാനത്തെക്കുറിച്ച് നമ്മൾ പൊതുവായി പറയാറുള്ളതാണ്. ഇവിടെ തിരുവള്ളുവർ പറയുന്ന ഈ ദാനം അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് വേണം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ദാനം ചെയ്യുകയാണെങ്കിൽ അത് അവനവന്റെ ധനസ്ഥിതിയുടെ യാഥാർത്ഥ്യം കൂടി കണ്ടറിഞ്ഞിട്ട് വേണം. അല്ലാതെ ഇത്ര കൊടുത്തിരിക്കുന്നു, ഒരാൾ ഇത്ര കൊടുത്തിരിക്കുന്നു, ഞാൻ അയാളെക്കാൾ ഒന്നുകൊണ്ടും താഴെയല്ല, എനിക്ക് അതിന്റെ ഇരട്ടി കൊടുക്കണം, പേരെടുക്കണം എന്നൊക്കെ കരുതി വെറും പൊങ്ങച്ചത്തിന് വേണ്ടി സ്വന്തം ധനസ്ഥിതി മറന്നുകൊണ്ടുള്ള ഒരു അപകടമാകരുത് അത്. വാങ്ങുന്നവന്റെ, അതായത് അർഹിയുടെ അർഹത അറിഞ്ഞും തന്റെ ധനസ്ഥിതിക്ക് താങ്ങാവുന്ന വിധത്തിലും ന്യായമായി മാത്രം ചെയ്യുന്ന ദാനം ദാതാവിനെയും അവന്റെ ധനസ്ഥിതിയെയും കാത്തുരക്ഷിക്കുന്ന ഒരു ശീലമായി തീരും. ധനസ്ഥിതിയുടെ അളവറിഞ്ഞ് ദാനം നൽകണം. അത് ധനം സംരക്ഷിക്കാനുള്ള മാർഗം കൂടിയാണ്. വാമനൻ വിഷ്ണുദേവന്റെ 5ാമത്തെ അവതാരം. ഒരു ബ്രാഹ്മണ പാലന്റെ രൂപത്തിലാണ് വിഷ്ണു ഈ അവതാരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഐതിഹ്യം പറയുന്നത് അസുര രാജാവ് മഹാബലി അതിശക്തനായി തീർന്ന് ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. ധർമ്മനിഷ്ഠയ്ക്കും ദാനശീലത്തിനും പേരുകേട്ട മഹാബലിയെ വധിക്കാതെ തന്നെ ദേവലോകം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് വിഷ്ണുദേവൻ ഈ അവതാരം കൈക്കൊണ്ടത്. വാമനനായി വന്ന വിഷ്ണു മഹാബലിയെ സമീപിച്ച് 3 പടി സ്ഥലം ദാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ദാനശീലൻ എന്ന പേരുകേട്ട മഹാബലി അത് സമ്മതിച്ചു. പക്ഷേ വാമനൻ പിന്നീട് അനന്തമായി വളരുകയും 2 പാദങ്ങൾ കൊണ്ട് ഭൂമിയും സ്വർഗവും മൂടുകയും ചെയ്തു. 3ാമത്തെ പാദം വയ്ക്കാൻ ഇടം കാണാതെ വന്നപ്പോൾ തന്റെ ശിരസ് വാമനന് ദാനം ചെയ്തു. ബലിയുടെ ഗുണങ്ങളിൽ പ്രസാദിച്ച വിഷ്ണു അദ്ദേഹത്തെ പാതാള ലോകം ഭരിക്കാൻ അനുവദിച്ചു. ഇവിടെ ദാനം ആവശ്യപ്പെടുന്നയാളെ നിസാരനായാലും ദാനം നൽകുക എന്നത് മാത്രം മനസ്സിൽ കളങ്കമേതുമില്ലാതെ മറുപടി ചെയ്യുകയും ചെയ്തത് വഴി തന്റെ രാജസിംഹാസനം തന്നെ അദ്ദേഹത്തിന് അപ്രാപ്യമാകുകയാണ്. ദാനം മഹത്തായൊരു കർമ്മമാണെന്നിരിക്കലും സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഉതിരാതെ നോക്കേണ്ടത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുറളിലൂടെ തിരുവള്ളുവർ ഓർമ്മപ്പെടുത്തുന്നു. ദാനം മഹത്തരം തന്നെ. അതിന്റെ സ്രോതസ് കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇല്ലായ്മയുടെ വല്ലായ്മ മറക്കാതെ നടന്നു വന്ന 1/2 നൂറ്റാണ്ട് പിന്നിടുന്ന HCL സ്ഥാപകൻ ശിവനാടാർ. 4.5 ലക്ഷം കോടിയാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മൂല്യം. കോടികളുടെ ഈ സാമ്രാജ്യത്തിന് മുകളിലിരുന്ന് ശിവനാടാർ ചെയ്യുന്നത് എന്താണെന്നോ? അടിസ്ഥാനപരമായി ജീവിക്കാൻ വേണ്ട സാഹചര്യം ഇല്ലാത്തവർക്ക് അതിനുള്ള ഇടം ഒരുക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം അദ്ദേഹം ഇതിനായി 2042 കോടി രൂപ, അതായത് ഒരു ദിവസം 5 കോടി രൂപയാണ് ചെലവിടുന്നത്. പണക്കാരന്റെ പട്ടികയിൽ 4-മതോ 5-മതോ ആയിരിക്കാം അദ്ദേഹത്തിന്റെ സ്ഥാനം, പക്ഷേ മനുഷ്യ സ്നേഹത്തിന്റെ പട്ടികയിൽ 1-മത്. ദാനം തന്നെ 3 തരം ഉണ്ടല്ലോ: സാത്വികം, രാജസം, താമസം. അതിൽ സാത്വികം എന്ന് പറയുന്നത് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ദാനം. രാജസം എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടെ നൽകുന്നതും. താമസം എന്ന് പറയുന്നത് നമുക്ക് അയാളെ ശല്യമായി തോന്നുമ്പോൾ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ദാനവുമാണ്. ഇതിൽ ഏറ്റവും നല്ലത് സാത്വികം തന്നെയാണ്. പണ്ട് കർണന്റെ സമീപത്ത് ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെട്ട് എത്തിയപ്പോൾ ദാനധർമ്മിഷ്ഠനായ കർണൻ ഒന്നും നോക്കാതെ, ഒന്നും ചിന്തിക്കാതെ തന്നെ ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ നൽകുകയാണ്. ഇന്ദ്രന്റെ ഉദ്ദേശം അർജുനനെ വിജയിയാക്കുക എന്നത് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ശരിയായ ചിന്താഗതിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കർണൻ നൽകിയ ദാനം അതിന്റെ എന്താണോ ഉദ്ദേശിച്ചത്, ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതവിടെ നടക്കുന്നില്ല.
ദേശവും കാലവും പാത്രവും അറിഞ്ഞു വേണം ദാനം നൽകാനെന്ന് സാരം. യുദ്ധസമയമാണെന്നും അപ്പോൾ കവചകുണ്ടലങ്ങൾ ആവശ്യമാണെന്നും അറിയായിരുന്ന കർണൻ അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ദാനത്തിന് മുൻതൂക്കം നൽകുക വഴി സ്വജീവൻ തന്നെ നൽകുകയാണ് ചെയ്തത്. അതുപോലെ ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് ഗീതയിലും രാമായണത്തിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ കാണാൻ കഴിയും. ദാനം ചെയ്യണം എന്നതിനോടൊപ്പം ഇവിടെ ഒരു രാജാവ് രാജ്യരക്ഷയ്ക്കായി ഖജനാവിനെ കുറിച്ചും അതിൽ നിന്ന് ചെലവിടേണ്ടതിനെ കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചും അതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ സദാ ഉത്തമ ബോധ്യമുള്ള ആളായിരിക്കണം എന്ന് തിരുവള്ളുവർ ഓർമ്മപ്പെടുത്തുന്നു. ഖുറൽ 477 ആറ്റിൻ അളവറിന്തീക അത് പൊരുൾ പോറ്റി വഴങ്ങും നെറി ശക്തിക്ക് തക്കതാം ദാനം അത് ധനരക്ഷയ്ക്ക് യുക്തമാം മാർഗം. ഓവർ. താങ്ക് യു സർ. Quran 4:77 states that knowing level of wealth, give donation. That is the way to protect wealth. Give knowing well the limit of your wealth. That is the discipline to be followed in life to safeguard your wealth in proper way. Donate within your means and worth it the way to guard your property. Meaning, a person should know his limit to give within his means. That is the only way to save his property. ധനസ്ഥിതിയുടെ അളവറിഞ്ഞ് ദാനം ചെയ്യണം. അത് ധനം സംരക്ഷിക്കുവാനുള്ള മാർഗമാണ്. Thank you. Quran 4:77 ആറ്റിൻ അളവറിന്തീക അതും പൊരുൾ പോറ്റി വഴങ്ങുന്നറി. Quran 4:78 ആകാറ് അളവിട്ടി തായനും കേടില്ലേ പോകാറ് അകലാ കടൈ. ആകാറ് അളവിട്ടിതായനും നമുക്ക് വരുന്ന വരുമാനം കുറവാണെങ്കിലും സാരമില്ല, ആ വരുമാനത്തിനുള്ളിൽ ചെലവ് നിർത്തുകയാണെങ്കിൽ ഒരു നാശവും ഉണ്ടാകില്ല. നേരത്തെ 477 പറഞ്ഞ അതേ ഇതിന് അവിടെ എങ്ങനെയാണോ സാമ്പത്തികം നമ്മുടെ നല്ല രീതിക്ക് നിയന്ത്രിക്കുന്നു അത് തന്നെ ഒരു വരുമാന മാർഗമായിട്ടും മാറും. സാറിന് പറയാനുണ്ട്, എന്താ പറഞ്ഞാല് സേവിങ് ഓൺ പെന്നി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എന്ന് പറഞ്ഞിട്ട് ഇത് പറയാറുണ്ട് ആ പ്രജലിൽ. അതായത് 1 രൂപ സേവിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ആ 1 രൂപ സമ്പാദിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രയത്നത്തെക്കാൾ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെ വരുമാനം കുറവായിരുന്നാലും ചെലവ് വരവിനേക്കാൾ അധികമാകാതിരുന്നാൽ നാശമില്ല എന്ന് കവി പറയുന്നു. ഓവർ. ധനമുണ്ടാം വഴി ചെറുതാകിലും തെറ്റില്ല, ചെലവതിൽ വലുതായിടായികയും. ധനം സമ്പാദിക്കാനുള്ള വഴി ചെറുതായെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെലവ് അതിനേക്കാൾ വലുതാകാതെ സൂക്ഷിച്ചാൽ മതി. ഈവൻ ഇഫ് ഇൻകം ഈസ് ഷോർട്ട്, once the expense is not above income, there is no destruction. Quran 4:79 sir. അടുത്തത് 479 அளவறிந்து வாழாதான் வாழ்க்கை ഉളപോലെ ഇല്ലാഹി പോൻഡാ കെടും. ഈ പറഞ്ഞ 477 78 പറയുന്ന അതേ കാര്യമാണ് കവി വേറെ രൂപത്തിലും ഭാവത്തിലും കൂടി നമുക്ക് വളരെ കർശനമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അളവറിந்து വാഴാൻ വാഴ്ക്കൈ, അവനവന്റെ വരവറിഞ്ഞോ കയ്യിൽ ഉള്ളതിന്റെ ശക്തി അറിയാതെ ജീവിക്കുന്ന ഒരുത്തന്റെ ജീവിതം ഉളപോലെ ഇല്ലാഹി,
ഉള്ളതുപോലെ തോന്നും, ഐശ്വര്യം ഉള്ളതുപോലെ തോന്നിക്കെങ്കിലും അത് ഇല്ലായ്മയുടെ ഇതിലേക്ക് പോയി കെടും, നശിച്ചു പോകും എന്നാണ്. അളവറിഞ്ഞ് ജീവിക്കാത്തവന്റെ ജീവിതം ഐശ്വര്യത്തോടു കൂടി തോന്നുമെങ്കിലും മായ പോലെ നശിക്കും. ഓവർ. താങ്ക് യു സർ. കുറൽ 479. അളവറിந்து വാഴാതാൻ വാഴ്ക്കൈ ഉളപോലും ഇല്ലാകി തോന്നാ കെടും. അളവൊത്തു വാഴാത്തോൻ വാഴ്വൊരു തോന്നലായി കെടും അത് തോന്നിടാ വീണ്ടും. സമ്പത്ത് എത്രയുണ്ട്, അതിൽ നിന്നുള്ള വരവ് എത്ര കണ്ട് ചെലവഴിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ തോന്നിയ പാട് ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരുവന്റെ ജീവിതം ആദ്യമാദ്യം പ്രൗഢഗംഭീരമായിരിക്കും, പ്രതാപ പ്രകടനങ്ങൾ കൊണ്ട് ശപളാപമായിരിക്കും. വലിയ താമസമില്ലാതെ എല്ലാം ക്ഷയിച്ച് ഇരുളടഞ്ഞതായി തീർന്നു പോകുന്നത് ആയിട്ട് കാണാം. അത്തരം പ്രതാപങ്ങളുടെ ലക്ഷണം പോലും പിന്നീട് അവശേഷിപ്പിക്കാൻ കഴിയാതെ ആ ജീവിതം നശിച്ചു പോവുകയും ചെയ്യും. ദാനം എന്ന് പറയുന്നത് മഹത്വമുള്ളതാണ്. പക്ഷെ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല അത് നേടേണ്ടത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് ദാനത്തിന്റെ പ്രേരണ. രണ്ടുള്ളവർ ഒന്ന് ദാനം ചെയ്യണമെന്ന് പ്രമാണം, മറ്റൊന്ന് ദാനത്തിന്റെ പുണ്യമാണ്. കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന പുണ്യം അത്രയേറെ വലുതാണ്. ബുദ്ധഭിക്ഷുക്കൾ ദാനം അഥവാ ഭിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദാതാവിനോട് നന്ദി പറയാറില്ല. അതിനൊരു കാരണം ദാനം കൊണ്ട് മഹത്വം നേടുന്നത് കൊടുക്കുന്നവനാണ്. അതിന്റെ പുണ്യവും ദാതാവിന് തന്നെയാണ്. അതിനൊരു അവസരം ഭിക്ഷു അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ എന്തിനാണ് നന്ദി പറയേണ്ടത് ദാതാവ് തന്നെയല്ലേ. ഒരു ബുദ്ധഭിക്ഷു ഭിക്ഷയ്ക്ക് എത്തുന്നതും കാത്ത് ഒരു കന്യക നിൽക്കുമായിരുന്നു. അത് പതിവായപ്പോൾ ഭിക്ഷു ചോദിച്ചു, സഹോദരി, എന്തിനാണ് ഇങ്ങനെ എന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? ഭിക്ഷ നൽകാൻ ഇത്ര താല്പര്യമെന്ത്? അവൾ പറഞ്ഞു, അങ്ങ് വളരെ സുന്ദരനാണ്, അങ്ങയുടെ കണ്ണുകൾ മനോഹരം, അവ എന്നെ എന്തെന്നില്ലാതെ വശീകരിച്ചു കഴിഞ്ഞു. കാണാൻ വേണ്ടി മാത്രം ഞാൻ കാത്തു നിൽക്കുകയാണ്. പിറ്റേന്ന് ആ യുവ ഭിക്ഷു എത്തി. അയാൾ തന്റെ കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നിരുന്നു. ആ പൊതി അയാൾ അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, സഹോദരി, നിന്നെ വശീകരിക്കുന്ന കണ്ണുകൾ ഞാൻ നിനക്ക് തന്നെ തരുന്നു. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇവ ഒരിക്കലും തടസ്സമാവാതിരിക്കട്ടെ. അന്ധനായ ആ യുവഭിക്ഷു വടിയും കുത്തി മെല്ലെ മെല്ലെ മടങ്ങി പോകുന്നത് വേദനയോടെ അവൾ നോക്കി നിന്നു. ദാനം ചെയ്യുകയാണെങ്കിൽ അത് അവനവന്റെ ധനസ്ഥിതിയുടെ യാഥാർത്ഥ്യം കൂടി കണ്ടറിഞ്ഞു വേണം. അല്ലാതെ മറ്റൊരാൾ ഇത്ര കൊടുക്കുന്നു, ഞാൻ അയാളെക്കാൾ താഴെയല്ല, എനിക്ക് അതിന്റെ ഇരട്ടി കൊടുക്കണം, പ്രസിദ്ധി വേണം എന്നൊക്കെയുള്ള പൊങ്ങച്ചത്തിന് വേണ്ടി ഒരിക്കലും ആവരുത്. ധനസ്ഥിതി സ്വയം അറിഞ്ഞും അർത്ഥിയുടെ അർഹത മനസ്സിലാക്കിയുമാണ് ദാനമാണ് പാകം. മറ്റെല്ലാം അപാക ദാനമാണെന്ന് പറയാം. ദാനത്തിന്റെ അർത്ഥം തന്നെ അവിടെ മറ്റൊന്നാകുന്നു. ഒരു വലിയ വസ്തുത നമുക്ക് എക്കാലത്തും ലോകത്ത് കാണാൻ കഴിയും. ഭൂമിയിൽ എക്കാലത്തും ഉണ്ട് രണ്ടു കൂട്ടർ, ഉള്ളവരും ഇല്ലാത്തവരും. സ്ഥിതിയും സമത്വവും വാഗ്വാദങ്ങളുമായി എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ വന്നാലും ഉള്ളവരും ഇല്ലാത്തവരുമായുള്ള അകലം എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് എത്രയുണ്ട്, അതിൽ നിന്നുള്ള വരവ് എത്ര കണ്ട് ചെലവാക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ തോന്നിയപാട് ദൂർത്തടിച്ചു കഴിയുന്ന ഒരുവന്റെ ജീവിതം ആദ്യമാദ്യം പ്രൗഢിയും പ്രതാപങ്ങളും ഒക്കെ കൊണ്ട് ശബളാപമായി തോന്നുമെങ്കിലും വലിയ താമസമില്ലാതെ എല്ലാം ക്ഷയിച്ച് ഇരുളടഞ്ഞു പോകുന്നതായി കാണാം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവ് സ്വാഭാവികമാണ്. ഇവിടെ ഉള്ളവൻ തന്നെ ഇല്ലാത്തവനാകുന്നതായിട്ടാണ് കാണുക. ഭരണാധികാരികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നാടിനെ കൊണ്ട് എത്തിക്കരുതെന്ന് പറയുന്നു കുറൾ. തന്റെ ആസ്തി എന്താണെന്നും എത്രയാണെന്നുമുള്ള ബോധം കൃത്യമായും ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതനുസരിച്ചാവണം ദാനവും വ്യയവും. അതിസർവത്ര വർജയേത് എന്നാണല്ലോ. അളവിൽ കവിഞ്ഞാൽ അമൃതും വിഷമാണ്. അതിദാനം കൊണ്ടായിരുന്നു കർണന്റെ പതനം. പാവങ്ങൾക്ക് നൽകുന്നത് മാത്രമാണ് ദാനം, മറ്റെല്ലാം കടം കൊടുക്കൽ മാത്രമാണ്. ഔദാര്യ മാനസം പുഷ്ടി പ്രാപിക്കുമെന്നും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്നും ബൈബിൾ പറയുന്നു. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒരിക്കലും ഒഴിഞ്ഞു കളയരുത്. കുറൾ 479. അളവറിന്തു വാഴാതാൻ വാഴ്ക്കൈ ഉള പോലും ഇല്ലാകി തോന്നാ കെടും. അളവൊത്തു വാഴാത്തോൻ വാഴ്വൊരു തോന്നലായി കെടുമത് തോന്നിടാ വീണ്ടും. താങ്ക് യു. 479.
one living without knowing measurement through appearing to be grand, perish like illusion. The life of one who knows the extent of his material earnings strength and does not live accordingly, appearing to be strong, become into nothingness, and will perish without appearing again. അളവറിഞ്ഞ് ജീവിക്കാത്തവന്റെ ജീവിതം ഐശ്വര്യത്തോടു കൂടിയാണെന്ന് തോന്നുമെങ്കിലും അയപോലെ നശിച്ചു പോകും എന്ന് സാധിക്കും. ഓക്കെ, താങ്ക് യു. 479 அளவறிந்து வாழாதான் வாழ்க்கை உளபோல இல்லாகிந்தோன்றாக்கிடும். 480 உளவரை தூக்காது ஒப்புரவாண்மை വളവரை വല്ലൈ കെടും. സ്വന്തം വരുമാനബോധം മറക്കുന്ന പരോപകാരികളുടെ ധനം അളവ് കുറഞ്ഞ് വേഗം നശിക്കും. ഈ അധ്യായത്തില് കവി ആദ്യത്തെ 5 ഒരു രാജാവായാലും ഒരു വ്യക്തിയായാലും അവരവരുടെ ബലം അറിഞ്ഞ് തൻ്റെ ചുറ്റുമുള്ളവരുടെ കിട്ടുന്ന സപ്പോർട്ട്, എതിർ ഭാഗത്തുള്ള ആളുടെ ബലം, ഇവയൊക്കെ കണക്ക് കൂട്ടി വേണം ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങുവാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 5 കർമ്മത്തിൽ തൻ്റെ ഫലവും മാറ്റാൻ്റെ ഫലവും എങ്ങനെയൊക്കെ അത് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അത് കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കുറളിൽ പറഞ്ഞു, അങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് ഒരു അതിർവരമ്പ് വിട്ടു പോകാനും പാടില്ല. അളവിനേക്കാൾ കൂടുതൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അതും അപകടത്തിൽ അല്ലെങ്കിൽ നാശത്തിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ 5, 1, 6 കഴിഞ്ഞിട്ട് അവസാനത്തെ 4 കുറളും പറയുന്നത് ഇതിനേക്കാളും ഉപരി അവനവന്റെ സമ്പത്താണ്. സമ്പത്ത് സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളതിനെ കർശനമായിട്ട് ചെലവാക്കി നിയന്ത്രിച്ച് ഇന്നും ഒരു സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് പറഞ്ഞു. അവസാനം പറഞ്ഞു അവനവന്റെ വരുമാന ബോധം മറക്കുന്ന പരവാരി ഉള്ള ഉപകാരം, അത് ധനം അളവ് കുറഞ്ഞ് വേഗം നാശത്തിലേക്ക് ചെല്ലും എന്നും പറഞ്ഞു. അത് അവനവന്റെ ശക്തിയെയും അറിയണം, ബലത്തിനെ അറിയണം, പിന്നെ ധനത്തിനെയും അറിയണം എന്ന് കവി വളരെ ഭംഗിയായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നു. കൈപ്പറിയാത്ത പരസഹായം കയ്യിലുള്ളതും പോക്കിക്കിടും. ഒരു സെക്കൻഡ്. ഞാൻ ഇടയില്ല, ജോർജ് സാറ് പോയി, ഞാനിപ്പോ പറയാം. 480 തൻ്റെ ആസ്തി എന്താണെന്ന് എത്രയാണെന്നും കണ്ടറിയാതെ ഉള്ളത്തിൽ കവിയുന്ന വിധം വിദ്യാഭിമാനം കരുതി പരസഹായവും ദാനവും മറ്റും ചെയ്യാൻ പുറപ്പെടുന്നവർ ഉള്ളതും പോയി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാകും. ഉപകാരം ചെയ്യുന്നത് ഒരു കുറ്റമല്ല, അതും കഴിവിനൊത്ത വിധമേ ആകാവൂ. കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രമേ കൊത്താവൂ. ധനസ്ഥിതി ഗവനിക്കാതെ ദാനശീലം വളർത്തിയാൽ ക്രമത്തിൽ ധനമെല്ലാം പോയി ദാരിദ്ര്യത്തിൽ പതിച്ചിടും. ഈ കുറിലിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ശാഖയുടെ അഗ്രത്തിലേക്ക് കയറിയിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് മാരകമായിരിക്കും. നിങ്ങളുടെ ദാനത്തിനനുസരിച്ച് ദാനം ചെയ്യുക. അതായത് സമ്പത്ത് ഉപയോഗിക്കാനും സംരക്ഷിക്കാനുള്ള മാർഗം. വരുമാനം പരിമിതമാണെങ്കിലും ദോഷമില്ല. ചെലവുകൾ അവയെ മറികടക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. വരുമാനത്തിനപ്പുറം ജീവിക്കുന്ന ഒരു ജീവിതം തിളക്കമുള്ളതായി കാണപ്പെടും. പക്ഷേ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ട് ഇരുട്ടിന് വഴിമാറും. ഒരാളുടെ വിഭവങ്ങളുടെ പരിധിക്കപ്പുറമുള്ള ഔദാര്യം വിഭവങ്ങൾ തീർന്നു പോയാൽ ഉടൻ തന്നെ നിർത്തലാക്കേണ്ടി വരും. ഓക്കെ.
Thank you, sir. Verse 480. Wealth of philanthropists who forget own income level, diminish in stock and end up quickly. This Quran 480 from chapter 48, Sense of Strength, emphasizes the crucial need for financial prudence and self-awareness even in acts of generosity. It warns against philanthropy that disregards one's own financial limits. People who are generous philanthropists but fail to accurately assess their own financial capacity and income levels will find their wealth quickly depleting, their resources will diminish, and their ability to continue their charitable deeds will swiftly come to an end. True philanthropy requires a realistic understanding of one's own strength in terms of wealth. We can see Buddhist perspective. While the Buddha encouraged generosity and giving, he also advised lay followers on wise wealth management. He taught to divide wealth into portions, one for consumption, two for investment and business, and one for savings, emergencies. A wealthy merchant, inspired by Buddhist teachings to be charitable, might decide to give away a large sum. However, if this merchant forgets their own income level and gives away so much that their business struggles or their family faces hardship, their acts of generosity will diminish in stock and end up quickly. Their future capacity for giving will be curtailed because they didn't manage their wealth with a sense of strength and sustainability. The Buddha's emphasis was on sustainable generosity, rooted in proper financial management, not impulsive, self-destructive giving. Chapter 48, Sense of Strength, is a cornerstone of the Thirukural's practical wisdom, asserting that true success in any endeavor stems from a rigorous and honest appraisal of one's own capabilities, resources, and limitations. It is not about avoiding challenges, but about facing them with an accurate understanding of what one can truly achieve. A small poem. Know your bounds before the journey sounds. For strength unseen or strength too vast will make your effort quickly past. Thank you, Sabu sir and Nayanar sir, for this rare opportunity to participate in this Zoom session. Special thanks to Joshi sir, Sheila Begum, and George sir, Usha ma'am, Snehalata ma'am, Sudhodana sir, Anil Kumar sir, and everybody. Thank you very much. സോ താങ്ക് യു മാം, താങ്ക് യു. തീർച്ചയായിട്ടും ഇന്ന് മോഹൻദാസ് സാറിന് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാറിൻ്റെ ബ്രദറിനിലോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും മോഹൻദാസ് സാർ വന്നു. സാറിൻ്റെ ബ്രദറിനോടുള്ള ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ്. മോഹൻദാസ് സാർ, താങ്ക് യു. അതായത് വളരെയധികം നിങ്ങളോടൊക്കെ നമ്മുടെ വേദന അല്ലെങ്കിൽ നമ്മുടെ ആ ദുഃഖം നിങ്ങളോടൊക്കെ പകർന്നു കണ്ടു. ഈ വേദിയിൽ ഞാൻ പകർന്നിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞില്ല. പിന്നെ ആ താമസിക്കുന്ന ലൈബ്രറിയിലുള്ള സുഹൃത്തുക്കളോട് മാത്രമേ ഇദ്ദേഹം പകർന്നിട്ടുള്ളൂ. എല്ലാവരും ഈ ഒരു നേരത്തെ മാഡം പറഞ്ഞ ഒരു ആശ്വാസ വാക്കുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ വേദനയ്ക്ക് പോലും അത്
മായ്ച്ചു കളയാനുള്ള ശക്തി ആ വാക്കുകൾക്കുണ്ട്. അത് വളരെ അത് എന്താ പറയുക റെഡ്യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാവരുടെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദുഃഖം പങ്കിട്ട് പോകുന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ അടുത്ത ചാപ്റ്റർ നമുക്ക് വരുന്നത് തിരുവള്ളുവർ ഓരോന്നും നമ്മുടെ ബോധം ഉണർത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ കർമ്മബോധം പറഞ്ഞു, ഇത്തവണ എന്നിട്ട് കാലം അറിയലാണ് അടുത്തത്. നോയിങ് ദ ഫിറ്റിംഗ് ടൈം, സെൻസ് ഓഫ് ടൈം എന്നാണ് അടുത്ത, സമയബോധം എന്നാണ് അടുത്തതിൽ പറയുന്നത്. കാലം അറിയുതൽ, അതും വളരെ നന്നായിട്ട്, അതായത് നമ്മുടെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ സിന്ദൂർ എന്നുള്ള ആ ഓപ്പറേഷൻ്റെ തന്നെ നമ്മുടെ സമയം കൃത്യമായിട്ടും അത് കാത്തിരുന്ന് അല്ലെങ്കിൽ കണ്ടറിഞ്ഞാണ് അത് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് വിജയത്തിലേക്ക് ചെന്നെത്തിയത്. അതുപോലെ തന്നെയാണ് ഓരോ അടുത്തതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ കുറള് തന്നെയാണ് ആദ്യത്തെ പറയുന്നുണ്ട്. പകൽ വെല്ലും കുഹയെ കാക്ക ഇകൽ വെല്ലും വേന്തർക്ക് വേണ്ടും പൊഴുത്. പകൽ സമയത്ത് കൂമനെ മൂങ്ങയെ കാക്ക ജയിക്കും. അതുപോലെ ശത്രുക്കളെ ജയിക്കുന്ന രാജാവും നേരം കാത്തിരിക്കണം. എത്ര ലഘുവായിട്ടാണ് ആ തിരുവള്ളുവർ അതിൻ്റെ ഒരു ഉപമ പറയുന്നത്. ഇങ്ങനെ അത് പറയല്ല, ഇത് രാജ്യത്തിന് മാത്രമല്ല വ്യക്തികൾക്കും. വ്യക്തികൾ അത് ചേർന്ന സമൂഹം ചേർന്നിട്ടാണ് രാജ്യം അങ്ങനെ വളർന്നു പോകുന്നത്, ഈ സാമ്രാജ്യങ്ങളായിട്ട് വരുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്കാണ് തിരുക്കുറൾ വന്നിരിക്കുന്നത്. കാരണം ഇത്രയും കാലം കടന്നിട്ടും ഇന്ന് നമുക്കതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ പോകുന്നത്. ഇതിലേക്കൊരു സന്ദർഭം തന്ന സാബു സാറിനും മറ്റു സുഹൃത്തുക്കൾക്കും ഈ പറഞ്ഞ പോലെ തത്വവഞ്ചൂരായാൽ മതി, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു എന്താ പറഞ്ഞാൽ വ്യഗ്രതയുമുണ്ട്, പിന്നെ ആകാംക്ഷയുണ്ട്. അത് ജീവിതത്തിലോട്ട് പകർത്താനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള ഒരു അവസരമായി ഈ ക്ലാസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ആർക്കെന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. ഷിലാമോ അഡ്മിറ്റ് ചെയ്യുക, കേൾക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഈ തിരുക്കുറളിന്റെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്തോ ഒരു ശാന്തി കിട്ടുന്ന ദിവസമായിട്ടാണ് തോന്നാറുള്ളത്. എല്ലാവരും ഇതിൽ വന്നിരിക്കുന്നവരൊക്കെ വളരെ എന്താ നല്ല മനസ്സുള്ളവരായിട്ട് നമുക്ക് തോന്നുകയല്ല, അങ്ങനെയുള്ളവർ തന്നെയാണ്. പിന്നെ മോഹൻദാസ് സാറാണെങ്കിലും ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അതുപോലെ തന്നെ തിരുക്കുറളിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് സാറ് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ സമയത്ത് കയറിയിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു സാറേ. ആ സാറിൽ നിന്ന് കിട്ടിയ അറിവുകൾക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ പിന്നെ കുറളെന്ന് പറയുന്നത് നമ്മൾ ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇപ്പൊ ആധുനിക ലോകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ ആഡംബരങ്ങളുടെ പുറകെ പോയിട്ട് മിക്കവാറും നമ്മുടെ കയ്യിലുള്ളതും പിന്നെ ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാനായിട്ട് പൈസകൾ ചെലവാക്കാറുണ്ട്, ധനം ചെലവാക്കാറുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കുറളുകളായിരുന്നു ഇന്നുണ്ടായിരുന്നത് മൊത്തം. അതുപോലെ തന്നെ ദാനശീലം, ദാനം പലപ്പോഴും ചിലർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി കയ്യിലുള്ളതെല്ലാം ഇങ്ങനെ ദാനം ചെയ്യും. അവസാനം നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നുണ്ട്, ഇവിടെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും, ഒന്നും ഇല്ലാത്തവരായിട്ട് നഷ്ടപ്പെട്ട് അവര് വളരെ വിഷണരായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത്. അപ്പം ധനം എങ്ങനെ കൈകാര്യം ചെയ്യണം, ദാനം എത്രത്തോളം ആകാം, ആർക്കൊക്കെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്, ദാനം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ പറഞ്ഞു 3 തരം ദാനം ഉണ്ടെന്ന് പറഞ്ഞു. സാത്വികമായിട്ടുള്ള ദാനം വേണം നമ്മൾ ചെയ്യേണ്ടതെന്നും, കാരണം ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ദാനം മാത്രമേ ആ പട്ടികയിൽ വരുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ നിർബന്ധിതരായിട്ട് കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിനും പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ഒരു കുറൾ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ റെഫർ ചെയ്യുന്നതിനും കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും ഇതിൽ കൂട്ടിച്ചേർക്കുന്നതിനും വേണ്ടി വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട്. വളരെയധികം നന്ദി സർ, ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിന്. പിന്നെ സാബു സാറിന് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ നല്ല എക്സ്പ്ലനേഷൻസ് നൽകിയ
ഓമന ടീച്ചറ്, റോയ് സാറ്, ജോർജ് സാറ്, ജോഷി ആപ്പീസിൽ സാറ്, ഉഷ മാഡം ഉഷ മാഡം അല്ല എന്റെ കൂട്ടുകാരി ഉഷ, എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം. എല്ലാവരും അവരവരുടെ പിന്നെ ഭാഗങ്ങൾ വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി മറക്കുക നന്നല്ലവ അന്നേ മറക്കുക നന്നേ. തിരുക്കുറളിലെ ഈ മനോഹരമായ ഈരടിയിലൂടെ മറ്റുള്ളവർ ചെയ്തു തന്ന നന്മകളെ മറക്കുന്നത് ധർമ്മമല്ല എന്നും അവർ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ മറന്നു കളയുന്നതാണ് നല്ലതെന്നുമുള്ള സാർവലൗകിക ശാന്തി തന്ത്രമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഇതില്ലാത്ത പ്രപഞ്ച തത്വം മറ്റൊന്നിനുമില്ല എന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ കുറളുമായിട്ട് ഈ ഒരു ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായിട്ടൊരു ക്ലാസ് ചെന്നപ്പം ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇടയായി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ലഭിച്ച ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് വായിച്ച് പറഞ്ഞ് പഠിച്ച് ഈ മറന്നു പോവുകയല്ല ചെയ്യേണ്ടത്. ദിവസം ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ആ ജീവിതത്തിൽ നിങ്ങൾ ചൊല്ലാൻ കഴിയണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചൊല്ലി കേൾപ്പിക്കാൻ കഴിയണം, മറ്റൊരാളിലേക്ക് അത് എത്തിക്കാൻ കഴിയും. അപ്പൊ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു തിരിച്ചറിവായിരുന്നു. തീർച്ചയായിട്ടും പലപ്പോഴും തമിഴിൽ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അവർ പറയും, അതിൽ ഏതെങ്കിലും ഒരു ഈരടികൾ ചൊല്ലാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ചോദിച്ചപ്പോ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് പിന്നീട് ഇവര് ആവശ്യപ്പെടാതെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ പോകാറുള്ളൂ. കാരണം എനിക്കത് വലിയൊരു മോശമായിട്ട് തോന്നിയായിരുന്നു. എനിക്കത് അറിയില്ല. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊരു ഈരടിയെങ്കിലും കാണാതെ ചൊല്ലാൻ കഴിയണം. എന്താണ് തിരുക്കുറൾ, എന്താണ് തിരുവള്ളുവർ, അദ്ദേഹത്തിന്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളിൽ അത്യാവശ്യങ്ങളുണ്ട്. വലിയ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ടൈം ഒരുപാട് വിലയാണ്. ഇങ്ങനെ മാനസാവസ്ഥയിൽ ഇരിക്കുമ്പോ പോലും നമുക്കറിയാം വേർപാടുമ്പോഴും പറയുകയും അതില്ലാത്ത എന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സാർ അല്ലാത്ത അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഓരോ ഇരടികളെങ്കിലും നമുക്ക് ഓരോ ദിവസവും, നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ക്ലിയർ ആകുന്നില്ല, കട്ടായി പോയി. ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിന് നാണക്കേട് ഉണ്ടാക്കരുത്. കോയമ്പത്തൂരാണ് താമസിക്കുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് തമിഴ് പഠിച്ച് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമായിരുന്നു. ദിവസം ഒരെണ്ണമെങ്കിലും ബൈഹാർട്ട് ആക്കുക എല്ലാവരും. മോഹൻദാസ്, നമുക്ക് ഉഷ മാമിന് ഒരു ദിവസം ഒരു തമിഴ് പറയാനുള്ള ഒരു ക്ലാസ് അടുത്ത ആഴ്ചത്തേക്ക് കൊടുക്കാം അല്ലേ? അടുത്ത ആഴ്ചത്തെ ക്ലാസ് ലീഡ് ചെയ്യാൻ ഉഷ മാമിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഉഷ മാം വന്നോ? എനിക്ക് തോന്നുന്നു നെറ്റ് കിട്ടുന്നില്ല. വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, കേൾക്കുന്നില്ല, നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട് പോകും. അടുത്ത ആഴ്ച നമുക്ക് ഉഷ മാം അതിന്റെ തമിഴ് ഭാഗം കൂടെ പറഞ്ഞ് ചെയ്യട്ടെ. അപ്പം ഇന്നും എന്നോട് ചോദിച്ചായിരുന്നു ആദിഭവാൻ സാർ വരുമോന്ന്. ഞാൻ പറയാം വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച ലീഡ് ചെയ്യുന്നത് ഉഷമാമാണ്, തമിഴൊക്കെ പറഞ്ഞ്. അതെ, അതുപോലെ ഞങ്ങൾ പറയായിരുന്നു, ഈ നമ്മള് തമിഴൊക്കെ പഠിച്ച എല്ലാവർക്കും എനിക്ക് ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ എനിക്ക് ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാമല്ലോ, ഞാൻ തമിഴ് പറയുന്നതൊക്കെ അവര് കേൾക്കട്ടെ. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിന് നാണക്കേട് ഉണ്ടാക്കരുത്, നല്ലോണം തമിഴ് പഠിച്ചോണമെന്ന് പറയായിരുന്നു.
തമിഴ് കുറച്ചൊക്കെ മോഹൻദാസ് അറിയാം, സാറ് കുറെ പഠിച്ചു കാണുമല്ലോ. മോഹൻദാസ് സാറ് ഹെൽപ്പ് ചെയ്യും. തമിഴ് പറയുന്ന കേട്ടിട്ട് എല്ലാരും എന്നെ ഒരു ദിവസം ഫ്രണ്ട്സ് എല്ലാരും വന്നപ്പോ വീട്ടിൽ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു. അവര് അത് ഭയങ്കരമായിട്ട് ചിരിച്ച് എന്നെ എപ്പോഴും കളിയാക്കും അത് കേട്ടോ, വീട്ടിൽ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു. പക്ഷെ അവര് അകത്തേക്ക് വരുമെന്ന് അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്. പക്ഷെ ഞാൻ വീട്ടിൽ കയറിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. തമിഴല്ല അതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്നും പഠിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് എനിക്ക് തമിഴ് പറഞ്ഞ് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എനിക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇനി ചെല്ലുമ്പോ ഞാൻ തമിഴ് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. മോഹൻദാസ് സാറ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. അത് പഠിക്കണം സാറേ, കുറച്ചൊക്കെ പഠിക്കണം. ഉണ്ട്, എഴുതാനും അതിനൊക്കെ വായിക്കാനും മറ്റേ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പിന്നെ നാളെ അവിടെ തമിഴ്നാട്ടിലെ Thank you. കരൂർ എന്ന സ്ഥലത്ത് തിരുക്കുറളിന്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, ലോക സമ്മേളനം പോലെ. അമേരിക്കൻ TV കമ്പനി തിരുവള്ളുവർ കഴകം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഇവരൊക്കെ ഉണ്ട്. ഞാൻ അതിന് ചെല്ലാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതാണ്. അതായത് ഈ തിരുക്കുറളിനെ എങ്ങനെ വളരെ ലളിതമായിട്ട് കുട്ടികൾക്കും മറ്റു ഭാഷ പഠിക്കുന്നവർക്കും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ഇത്. അത് മാത്രമല്ല ബിസിനസ്സുകാർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള തിരുക്കുറളുകൾ ഉരുവാക്കുക, പിന്നെ സ്കൂൾ ടീച്ചേഴ്സിന് അവർക്ക് വേണ്ടതായിട്ടുള്ളത്, ഇങ്ങനെ ഓരോ വിഭാഗത്തിനും അവർക്ക് ആവശ്യമുള്ള തിരുക്കുറളൊക്കെ മാത്രം എടുത്ത് അവരതിനെ 10-15 വിഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതേപോലെ മറ്റു ഭാഷകളിലേക്കും ഇതുകൊണ്ട് എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ് അവർ ചെയ്യുന്നത്, ശ്രമമാണോ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ നമുക്ക് ആകാം എന്നുള്ള കുറച്ച് ചർച്ചയാണ് നാളെ വെച്ചിരുന്നത്. നാളെ അല്ല, ഞായറാഴ്ച. അപ്പൊ നാളെ വൈകിട്ട് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തു. കാരണം അവിടെ ചെന്നിട്ട് അതൊന്നും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എന്നാലും എൻ്റെ ഒരു സുഹൃത്തുക്കൾ 2 പേരാണ് ചെല്ലാന്ന് പറഞ്ഞത്. അതില് അദ്ദേഹം മധുരയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് തന്നെ അവിടെ പോകുന്നുണ്ട്. ശരിക്കും അതിന്റെ നോട്ടീസാണ് ഞാൻ അവിടെ ഇട്ടിരുന്നത്. കഴിഞ്ഞ തന്നെ തമിഴിലൊരു നോട്ടീസ് ഇട്ടിരുന്നത്, എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാം എന്നുള്ള നോട്ടീസ്. ഓക്കെ നയനാർ സാറേ, ബ്രദർ ഇൻ ലോയുടെ നിര്യാണത്തിനുള്ള ഞങ്ങളുടെ അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. സാർ ഇന്ന് ഈ സമയത്തും കയറുവാൻ കാണിച്ച ഇതിനോടുള്ള ആത്മാർത്ഥതയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് ഇന്ന് സംബന്ധിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല ഇന്നത്തെ ദിവസം. എനിക്ക് വളരെ ഇന്നലെ രാത്രി തുടങ്ങിയ ലൂസ് മോഷനാണ്. അതിന്റെ വളരെ സിവിയർ സമയത്താണിപ്പം ഭയങ്കരമായ ക്ഷീണം. ഞാൻ ആദ്യത്തേന് ഒന്ന് കയറിയിരുന്നതാണ്, പറ്റുമോന്നറിയാൻ വേണ്ടിയിട്ട്. പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. ഒക്കെ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ, പ്രത്യേകം നന്ദി. ഏറ്റെടുക്കുന്ന ജോലിയോടുള്ള ഒരു ക്രെഡിബിലിറ്റി അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. താങ്ക് യു. ജോർജ് സാറേ, ഈ ORS എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതൊരു കയ്യിലിരിക്കുന്ന എപ്പോഴും നന്നായിരിക്കും കേട്ടോ. അതൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെയാ രാവിലെ തൊട്ടുള്ള ഇന്നത്തെ. കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഡിസ്പോഷനിൽ നമ്മുടെ എല്ലാ ഈ പറഞ്ഞ മൈക്രോ എലമെന്റ്സും നഷ്ടപ്പെട്ടു പോകും, ടയർഡായി പോകും. ഈ ചില മരുന്ന് എല്ലാവർക്കും ഫലിക്കുകയില്ല, ഏതെങ്കിലുമൊക്കെ ഫലിക്കും. അപ്പൊ ഈ നമ്മുടെ അടുക്കളയിൽ ചെയ്യുന്ന പോലത്തെ ഉലുവ വറുത്ത് വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറി മാറി ചെയ്താൽ നല്ലതായിരുന്നു. കുടിക്കുന്ന വെള്ളം അതൊക്കെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ അധ്വാനം ചെയ്ത് ഒരു മെഡിസിൻ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ മെഡിസിൻ പറ്റില്ല. അല്ല, ഇച്ചിരി ഒരു 4 ഉലുവ പിന്നെ ചീൻചട്ടിയിലോട്ട് ഇട്ടേച്ച് അതങ്ങോട്ട് ചൂടാകുമ്പോ വെള്ളം ഒഴിച്ചാൽ തിളയ്ക്കും. അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അല്ല, ആ വെള്ളം അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും മതി. എന്നാലും മതി. അതുപോലെ ചെറുനാരങ്ങ ചായ, അങ്ങനെ ഏതെങ്കിലും ചിലപ്പോ അങ്ങ് ക്ലിക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിയാ. ഇവിടെ ഇതൊന്നും ദോഷമുള്ള സാധനം അല്ലല്ലോ. അതിന്റെ അല്ല ടീച്ചറെ, ഇവിടെ എല്ലാത്തിനും കൂടെ ഒരു ടീച്ചറേ ഉള്ളൂ, അല്ല ഒരു യന്ത്രമേ ഉള്ളൂ. ഏതായാലും സാറിന് വെള്ളം തരണമല്ലോ. അല്ലാതെ നമ്മളത് എല്ലാം A to Z, വേറെ ആരും ഇല്ല ഇവിടെ. അതെ സാർ. പുറത്തെ കാര്യം ചെയ്യണം, അകത്തെ കാര്യം ചെയ്യണം, ഈ ശുശ്രൂഷ ചെയ്യണം,
ഒപ്പം അവക്ക് മേല, അവളും സിക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് അലോപ്പതി മരുന്നിനെ തന്നെ ആശ്രയിക്കുക നിവൃത്തിയുള്ളൂ. അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ സാർ. അപ്പൊ ഓക്കെ മോഹൻദാസ് സാർ, അപ്പം മുന്നോട്ട് പോട്ടെ എല്ലാ Thank you, sir. കാര്യങ്ങളും. See you and good Thank night. you, sir. നാളെ നമുക്ക് പിന്നെ കാണാം. Good Thank night. you, Good sir. night, sir. Yes. Thanks.